എഞ്ചിൻ്റെ അടിഭാഗത്തു നിന്നായിട്ട് ഓയിൽ ലീക്ക് കണ്ടപ്പോൾ നേരെ ഈ ഒരു വർക്ക്ഷോപ്പിലേക്കാണ് കയറ്റിയത്. കതിരി എന്ന് പറഞ്ഞ പ്രദേശത്താണ് ഈ ഒരു വർക്ക്ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഇത്രയും വൃത്തിയും മെനയുമായിട്ട് കിടക്കുന്ന ഒരു വർക്ക്ഷോപ്പ് കാണാൻ ഇടയുണ്ടായത്. ഇവിടെ നോക്കിയാലും നല്ല ക്ലീൻ ആക്കിയിട്ട് ഇങ്ങനെ വെച്ചത് കാണാൻ തന്നെ വളരെയധികം രസകരമായിട്ടുണ്ട്. എല്ലാം തന്നെ ഒതുക്കിയിട്ടാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അങ്ങനെ സാധനം മേടിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഷോപ്പിലേക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു വണ്ടിയിൽ ഡബിളൊക്കെ വെച്ചിട്ട് ഒരു മോഡിഫൈ ബൈക്ക് ഇങ്ങനെ പോകുന്നത് കണ്ടത്. അപ്പോഴാണ് അത് ഐസ്ക്രീം വിൽക്കുന്ന ഒരു വണ്ടിയാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇവിടങ്ങളിലൊക്കെ തന്നെ മാരുതിയുടെ ഒറിജിനൽ പാർട്സ് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു പ്രദേശത്തെ ഒരു പ്രത്യേകതയാണ്. ഞാൻ മുൻകാലങ്ങളിൽ ഗ്ലാസ്സിലേക്ക് വെള്ളം പോകുന്ന ആ ഒരു മോട്ടർ ലോക്കലായിരുന്നു വെച്ചിരുന്നത് എന്ന് ഇവിടെ നിന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. 200 രൂപ വില വരുന്നുള്ളൂ. ആ സാധനം ഇപ്പോൾ ഒരു 5-6 വട്ടം മാറ്റി എന്നുള്ളതാണ്. അങ്ങനെ ഇപ്പോൾ ഒറിജിനൽ വെച്ചിട്ടുണ്ട്. 700 രൂപ ആണ് അതിൻ്റെ റേറ്റ് വന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന് നോക്കുമ്പോൾ ചുറ്റുപാടും കടപ്പ കൊണ്ടുള്ള കല്ലുകൾ കൊണ്ടാണ് മതിലൊക്കെ അലങ്കരിച്ചിട്ടുള്ളത്. ഇവിടെ കടപ്പ ചിലപ്പോൾ സുലഭമായി കിട്ടുന്നതുകൊണ്ടായിരിക്കാം എന്ന് ഞങ്ങളിങ്ങനെ അഭിപ്രായപ്പെട്ടു. ഏറ്റവും കൂടുതലായി എടുത്തു പറയേണ്ടത് ഈ ഒരു വർക്ക്ഷോപ്പിൻ്റെ വൃത്തിയായിട്ടുള്ള ഈ ഒരു സാഹചര്യമാണ്. വന്ന പാടന്നെ നമ്മൾ വണ്ടി എല്ലാം തന്നെ ഊരി മാറ്റി റിപ്പയർ ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. ടർബോയിൽ നിന്നും വരുന്ന പൈപ്പിൻ്റെ ലീക്ക് കാരണമാണ് ഇങ്ങനെ ഓയിൽ ലീക്ക് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ അത് മാറാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് വർക്ക്ഷോപ്പ് ജീവനക്കാർ. അപ്പോൾ തൊട്ടടുത്തായിട്ടുള്ള ഈ ഒരു കടയിലേക്ക് വന്നപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഗ്ലാസ് വിൽക്കുന്ന ഷോപ്പാണ്. എല്ലാ വണ്ടിയുടെയും മെയിൻ ഗ്ലാസ് ഇവിടെ കിട്ടുമെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഏത് മോഡൽ വണ്ടിയുടെയും കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഉള്ളിൽ കയറി നോക്കിയതും ഞാൻ നെട്ടിപ്പോയി എന്നുള്ളതാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഗ്ലാസ് വിൽക്കുന്ന ഒരു ഷോപ്പിലേക്ക് ഞാൻ കയറുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നതും. അങ്ങനെ ചുറ്റുപാട് നോക്കുമ്പോൾ ഇതുപോലത്തെ വർക്ക്ഷോപ്പുകളൊക്കെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇതാണ് ടർബോയിൽ നിന്ന് വരുന്ന ആ ഒരു പൈപ്പ്. ഇതിൻ്റെ ഒരു ചെറിയ ഡാമേജ് കാരണമാണ് ലീക്ക് സംഭവിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ വർക്കൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമുക്ക് ഉച്ചഭക്ഷണത്തിൻ്റെ ടൈമുമായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ തപ്പി നടന്നപ്പോൾ ഇവിടെ മൊത്തം ചായ വിൽക്കുന്ന ഷോപ്പുകളാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഏതായാലും വന്ന സ്ഥിതിക്ക് ഞങ്ങൾ ഈ ഒരു കടയിൽ കയറിയിട്ട് ചായ കുടിക്കുകയാണ്. ഇവിടങ്ങളിലൊക്കെ തന്നെ ഇതുപോലത്തെ ഷോപ്പുകൾ ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്. സൊറ പറഞ്ഞിരിക്കാനുള്ള ഒരു ഏരിയ ആയിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. പിന്നെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ മീറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് വേണ്ടിയിട്ടൊക്കെ ഇത് യൂസ് ചെയ്യാം എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിച്ചു. ഞങ്ങൾ ഇതിനെ പേരിടുന്നത് തള്ളുപീടിയ എന്നാണ്. കാരണം എവിടെ നോക്കിയാലും കുറേ ആളുകൾ വട്ടവളഞ്ഞിരുന്ന് സംസാരിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട്. വളരെ കലപില സൗണ്ടാണ് അതിൻ്റെ ഉള്ളിൽ കയറിയാൽ എന്നുള്ളതും വേറെ തന്നെ ഒരു പ്രത്യേകതയാണ്. യൂജൻ ചെക്കന്മാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗെയിം കാര്യങ്ങളൊക്കെ കളിച്ചിരിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഈ വർക്ക്ഷോപ്പിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോഴാണ് ഇതിൻ്റെ വൃത്തിയായിട്ടുള്ള ഈ ഒരു സാഹചര്യം എൻ്റെ മൈൻഡിലേക്ക് വന്നതും ഞാനതിങ്ങനെ പകർത്തുന്നതും. മനോഹരമായിട്ടുള്ള ഇത്തരം വർക്ക്ഷോപ്പുകൾ നിങ്ങളാദ്യം കണ്ടിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം. കിടക്കാൻ വരെ തോന്നുന്ന സിറ്റുവേഷനിലാണ് ഇവിടുത്തെ ഓരോ രീതികളും. പാർട്സ് വിൽക്കുന്ന കടയിൽ ചോദിച്ചപ്പോഴാണ് ഏറ്റവും എക്സ്പീരിയൻസ് ആയിട്ടുള്ള മെക്കാനിക്കുള്ള ഷോപ്പാണ്, അങ്ങോട്ട് പെയ്ക്കോളി എന്ന് പറഞ്ഞത്. വളരെ വൃത്തിയായിട്ട് തന്നെ ഇവർ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. അങ്ങനെ പിന്നെ കാരിയർ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ നേരെ തൊട്ടടുത്തായിട്ടുള്ള ഈ ഒരു വർക്ക്ഷോപ്പിലേക്ക് വന്ന് അവരും തന്നെ പെട്ടെന്ന് ആ പണികളൊക്കെ തന്നെ വളരെ വൃത്തിയായിട്ട് ചെയ്തു തന്നു എന്നുള്ളതാണ്. അവരോടുള്ള ആത്മാർത്ഥത വളരെയധികം കൂടുതലാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ച ദിവസമാണ് ഇന്ന് കടന്നു പോയത്. വർക്ക്ഷോപ്പിലൊക്കെ തന്നെ അത്യാവശ്യം വൃത്തിയിലും അതിൻ്റെ ആ ഒരു ചിട്ടയിലും ഇവർ കൊണ്ടു നടക്കുന്നുണ്ട്. ജോലികളെല്ലാം തന്നെ ഇവർ അതിൻ്റെതായ രീതിക്ക് ചിട്ടയിൽ തന്നെ നല്ല ക്ലീനായിട്ട് ചെയ്തു തരുന്നുണ്ട് എന്നുള്ളതൊക്കെ ഇവിടുന്ന് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇവർക്ക് ചെയ്യുന്ന ഈ ഒരു കടയുടെ ബാക്ക് ഭാഗമാണ് കാണുന്നത്. കുറേ മാവിൻ തൈകളും അതുപോലെ മനോഹരമായിട്ടുള്ളൊരു വീടൊക്കെ തന്നെ ഇതിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. വണ്ടി നിർത്തിയിട്ടുള്ള ആ ഒരു സ്ഥലത്ത് ചൂടായതുകൊണ്ട് ഈ ഒരു സ്ഥലത്ത് നല്ല കാറ്റും തണലൊക്കെ ഉള്ളത് കൊണ്ട് വളരെയധികം രസകരമായിരുന്നു ഇവിടെ ഇങ്ങനെ നിൽക്കാൻ. അങ്ങനെ ഈ ഒരു പയ്യനാണ് നമ്മുടെ വണ്ടിയെല്ലാം ക്ലിയറാക്കി സെറ്റാക്കി തന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കിട്ടാത്തത് കൊണ്ട് ടൗണിൽ പോയി ഫുഡ് കഴിച്ച് തിരിച്ചു വന്നപ്പോഴേക്കും ഇരുട്ടായിട്ടുണ്ട്. ചുറ്റുപാട് നോക്കുമ്പോൾ ടീ ഷോപ്പുകളാണ് കാണാൻ സാധിക്കുന്നത്, വലിയ വലിയ ടീ ഷോപ്പുകൾ. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഡ്രൈവർ സീറ്റിൻ്റെ ഭാഗത്തായിട്ടുള്ള ഗ്ലാസ് പൊന്തുന്നില്ല, താവുന്നില്ല. അപ്പോൾ അതിനായിട്ട് ഈ ഒരു ഇലക്ട്രിക് ഷോപ്പിലേക്ക് വന്ന് ഈ ഒരു ആൾ ഗൾഫിൽ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഒരുപാട് മലയാള സുഹൃത്തുക്കളുമായിട്ടൊക്കെ പരിചയമുള്ളത് കൊണ്ട് തന്നെ മലയാളം കാര്യങ്ങളൊക്കെ കുറച്ച് അറിയും. അങ്ങനെ ഇവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവിടെ നിന്ന് ഇങ്ങനെ റിപ്പയറിങ് ചെയ്തു. ഇന്ന് തീരാത്തത് കൊണ്ട് നാളെ തീർക്കാം എന്നും പറഞ്ഞ് സാധനങ്ങളൊക്കെ തന്നെ ഉള്ളിൽ വെച്ചിട്ട് മൂപ്പര് വയ്ക്കും. ഞങ്ങളോട് ഈ ഷെഡിൻ്റെ ബാക്കിലായിട്ടുള്ള വർക്ക്ഷോപ്പിൽ സൈഡാക്കാനും പറഞ്ഞു. വളരെയധികം ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരെയാണ് കതിരി എന്ന് പറഞ്ഞ ഈ പ്രദേശത്ത് കാണാൻ സാധിച്ചത്.